കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദ്യകാല സംഘടനയുടെ നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന കെ പരമേശ്വരൻ പിള്ളയുടെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു. വാർഷിക ദിനാചരണവും അനുസ്മരണവും കെ രവീന്ദ്രക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദ്യകാല സംഘടനയുടെ നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന കെ പരമേശ്വരൻ പിള്ളയുടെ രണ്ടാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. പെൻഷൻ ഭവനിൽ നടന്ന വാർഷിക ദിനാചരണവും അനുസ്മരണവും കെ രവീന്ദ്രക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ആ കാലഘട്ടത്തിൽ വിയർപ്പിൻ്റെ വിലയേറിയാവുന്ന വിശപ്പിൻ്റെ വിലയേറിയാവുന്ന മഹാനായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം സജീവമായി രംഗത്തെത്തി നാട്ടിലെ നിലനിന്ന് നിന്ന മഹാന്മാരുടെ ആയിരുന്നു. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദ സിദ്ധാന്തം പഠിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. പാവപ്പെട്ടവൻ്റെ കണ്ണീരെടുക്കുന്നവൻ്റെ കണ്ണുനീർ കുറയ്ക്കുവാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു. സി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. എൻ പൊടിയൻ സ്വാഗതം രേഖപ്പെടുത്തി. ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൽ അതിലെ ആദ്യ നേതൃത്വ നിലയിലുണ്ടായിരുന്ന വ്യക്തിത്വങ്ങളൊന്നായിരുന്നു ടീച്ചർ. ആ ടീച്ചറെ അവിടേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സർവാരാധ്യനായ കെ പി സാർ. ആ കെ പി സാറിൻ്റെ രണ്ടാമത് ചരമദിനമാണെന്ന് 13. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മുടെ KSSPUവിൻ്റെ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആദരവ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചു. MNR നായർ, KR രാമഭദ്രൻ, ബി ജീവൻ, ഹൈ ഹസൻ കുഞ്ഞ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ അഡ്വക്കേറ്റ് റോയ് ഹ്യൂമൻ നിയമബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കെ ഷംസുദ്ദീൻ നന്ദി രേഖപ്പെടുത്തി. സൈഡ് നെറ്റ് ന്യൂസ്, കായംകുളം.